ഈ ചാണ്ടി ഉമ്മൻ MLA കൂടിയുണ്ട് നമുക്കൊപ്പം. ശ്രീ ചാണ്ടി ഉമ്മൻ, താങ്കളുടെ പിതാവ് ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. അനാരോഗ്യത്തിന്റെ സമയത്ത് പോലും നിമിഷപ്രിയയ്ക്ക് വേണ്ടിയൊക്കെ ഇടപെട്ടിരുന്നതാണ്. പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിമിഷപ്രിയയുടെ മോചനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു വൈകാരിക വിഷയമാണ് താങ്കൾക്ക് എന്നത് താങ്കൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. എങ്ങനെയുള്ളൊരു ഇടപെടലാണ് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിൽ പ്രതീക്ഷ എന്താണ് ശ്രീ ചാണ്ടി ഉമ്മൻ? തീർച്ചയായിട്ടും ഇവിടെ ഒത്തൊരുമിച്ചുള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നുമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും വിവിധ സന്നദ്ധ സംഘടനകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒത്തിരി ശ്രമങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ എല്ലാവർക്കുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് 3-4 ദിവസം ഈ സെറ്റ് ഡേറ്റിനെ കാട്ടി 4 ദിവസം ഉള്ളെന്ന് പറഞ്ഞാൽ പോലും എല്ലാ ഭാഗത്തു നിന്നുള്ളൊരു കോർഡിനേറ്റഡ് എഫേർട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അറ്റോർണി അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി ഉള്ള ശ്രീ സാമുവൽ ആണെങ്കിലും ഒത്തിരി എഫേർട്ട് ഇതിനു വേണ്ടി യമനിൽ പോയി വിവിധ ദിവസങ്ങളായി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ലോയേഴ്സ് പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രനും അതേപോലെ ദീപ ജോസഫും ഒക്കെ ഒത്തിരിയേറെ എഫേർട്ട് ലീഗലിയും അല്ലാതെയൊക്കെ ശ്രമം നടത്തുന്നു. അപ്പോൾ എല്ലാ തലത്തിലുള്ള എഫേർട്ട് നടക്കുന്നു. എൻ്റെ പിതാവിനും വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് പോലും നിമിഷപ്രിയയുടെ ഒരു മോചനമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് അങ്ങനെ ഒരു ആഗ്രഹം വന്നുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഞാനൊരു വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് ഞാനും ഇത് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ സാമുവലായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോകത്തുള്ള വിവിധ അധികാരികൾക്ക് എഴുതുവാൻ വരെ ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഫലം കണ്ടെത്തില്ല. ഇപ്രാവശ്യം ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഗവർണറിനെ കാണുവാനും ഗവർണറിന്റെ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകുവാനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇടപെട്ടു. അപ്പോൾ ആ ഒരു ഇടപെടൽ ഇപ്പോഴും അദ്ദേഹം തുടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയും എനിക്കൊരു കത്ത് അയക്കണമെന്ന് പറഞ്ഞ് മിസ്റ്റർ സാമുവൽ കുറേ ഡീറ്റെയിൽസ് അയച്ചിരുന്നു. അത് ഞാൻ ഗവൺമെൻറ് ഓഫീസിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയത്തിനപ്പുറമായിട്ടൊരു എഫേർട്ടാണ് ഇവിടെ എല്ലാ വ്യക്തികളും ചേർന്ന് എടുക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ആകെപ്പാടെയുള്ള ഒരു ആവശ്യം എന്ന നിലയിൽ ഇത് വന്നെത്തിയത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടൊരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ എല്ലാം ഈ അവസരത്തിലെ പ്രതീക്ഷ. അതെ, ഇന്നലെ ഇപ്പോൾ ഈ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഉറപ്പ് നൽകിയത് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഏത് തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശ്രീ ചാണ്ടി ഉമ്മൻ? ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ എൻ്റെ മദർ എന്നോട് ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ ഒന്ന് കാണണം. കാരണം അപ്പയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അപ്പോൾ അത് റേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗവർണർ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ ഒരുമിച്ചാണ് പോയി കണ്ടത്. അപ്പം അങ്ങനെ പോയി കണ്ടപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് റേസ് ചെയ്തു. അദ്ദേഹം വളരെ ഒരു മനസ്സിൽ തട്ടിയാണത് ഏറ്റത്. അത് ഞാൻ മനസ്സിലാക്കുന്ന പിന്നെ അദ്ദേഹം വിവിധ രാജ്യങ്ങളിലുള്ള മലയാളികൾ, വിവിധ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ നേതാക്കന്മാർ, ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. 4 വ്യക്തികളുമായി പ്രത്യേകമായി സംസാരിച്ചു. പ്രത്യേകിച്ച് രാജകുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് സംസാരിച്ചു. അവർ മിസ്റ്റർ സാമുവലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയൊരു എഫേർട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അത് കഴിഞ്ഞ് മിസ്റ്റർ ടോമി വന്നപ്പോൾ ടോമി അദ്ദേഹത്തെ കാണണമെന്നും എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഒന്നുകൂടെ കാണുകയും ഗവർണറെ കാണുകയും നിമിഷയുടെ അമ്മയുമായിട്ട് വാട്സപ്പ് കോളിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ഉയർന്നു പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഇക്കാര്യത്തിൽ കണ്ടു. പക്ഷേ അതേസമയം പരിമിതി ഉണ്ടല്ലോ. നമ്മുടെ രാജ്യവുമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു രാജ്യത്തിനുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്, കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളത്. അവിടുത്തെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. ആ നിയമങ്ങൾക്കനുസരിച്ച് വേണം നമുക്കും പ്രവർത്തിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അദ്ദേഹം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികളും അതേപോലെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതെ, ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിനാണ് കുറച്ചുകൂടി ഫലപ്രദമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് എന്നതല്ലേ? ഇപ്പോൾ കേന്ദ്രത്തിന് പോലും പരിമിതികളുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ നമുക്കറിയാം, അവിടുത്തെ ഒരു ഭരണ സംവിധാനവും നിയമങ്ങളും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ എങ്കിൽ പോലും കേന്ദ്രത്തിനാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കഴിയുന്നത്, അല്ലേ?
നമ്മുടെ എല്ലാ ഗവൺമെന്റ് ഇപ്പൊ ഞാനൊരു 6-7 മാസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഈ വിഷയത്തിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുള്ള പല രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലെ അധികാരികളുമായിട്ട് ബന്ധമുള്ളവർ പറയുന്നതനുസരിച്ച് ഞാൻ കത്തുകളൊക്കെ അയച്ചിരുന്നു. പക്ഷേ എല്ലാവർക്കും അവരുടെ പരിമിതിയുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് പരിമിതിയും ഈ കാര്യത്തിൽ ഉള്ളതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് പരിമിതി എന്ന് വെച്ചാൽ നമുക്ക് നയതന്ത്ര ബന്ധമില്ല. അതുകൊണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഒരു നോർമൽ യമൻ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ നമുക്കൊരു റിസൾട്ട് കിട്ടിയാൽ, ഇതിനു മുമ്പ് നമുക്ക് നിമിഷപ്രിയയുടെ മോചനം സാധ്യമായെന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമല്ല അവിടെയുള്ളത്. അവിടെ 2 രാജ്യങ്ങളായി തന്നെ നിലകൊള്ളുന്ന ഒരു സാഹചര്യം, സൗത്ത് നോർത്ത് അല്ലെങ്കിൽ ഈ റിബൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് പരിമിതമായിട്ടുള്ള ഇടപെടൽ സാഹചര്യമാണ്. അപ്പം അതിൽ നിന്ന് വേണം സെൻട്രൽ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ. അപ്പോൾ അതിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് അവിടുത്തെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് ഒരു മലയാളിയാണ്, മിസ്റ്റർ അബു. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ നിമിഷയുടെ കാര്യം വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ഡിസ്കഷനിൽ ഭാഗമാവുകയും അവരോട് ഇക്കാര്യത്തിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ സാമുവലാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. മിസ്റ്റർ സാമുവൽ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പെർസിസ്റ്റന്റ് എഫേർട്ട് ഉണ്ട്, അത് പ്രത്യേകം പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. മിസ്റ്റർ സാമുവൽ തുടക്കം തൊട്ട് ഇതിനെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മദർ കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ആശുപത്രി ആയത് ഉൾപ്പെടെ, ആ സമയത്ത് ഉൾപ്പെടെ അദ്ദേഹം ഇതിനു വേണ്ടി കോൺസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുകയും എന്നെ വിവിധ തലത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുക, എന്നെ കാണാൻ വരെ വരികയും ഞങ്ങൾ ഒരുമിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ പറയേണ്ടതാണ്. നമ്മുടെ ഒരു മലയാളി സഹോദരിക്ക് വേണ്ടി അദ്ദേഹം ഇത്രയും കഷ്ടപ്പെടുന്നത് പ്രത്യേകമായ നന്ദിയാണ് ഈ അവസരത്തിൽ പറയുന്നത്. അദ്ദേഹം നമുക്കൊപ്പം അതിഥിയായി ഉണ്ടാകും. 4:30-ക്ക് ശേഷമാകും അദ്ദേഹം നമുക്കൊപ്പം ചേരുക എന്നതാണ്. ശ്രീ ചാണ്ടിയമ്മൻ, ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഒരു മിസ്റ്റർ അബുവിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹവുമായി ഏറ്റവും ഒടുവിൽ എന്താണ് അദ്ദേഹം അവിടെ ചെയ്യുന്ന റോൾ എന്നത് താങ്കളൊന്ന് വിശദീകരിക്കാമോ? ഒപ്പം അദ്ദേഹം എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് എന്താണ് നമ്മളോട് പറയുന്നത്? അല്ല, അദ്ദേഹമാണ് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ. അതായത് എനിക്ക് തോന്നുന്നു അവിടുത്തെ എംബസിയിലെ സെക്കൻഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് മേൽനോട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ വിവിധ കോർഡിനേഷൻ നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ്. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിനുൾപ്പെടെ ഇന്ത്യ ഗവൺമെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇന്ത്യ ഗവൺമെന്റിന് തന്നെയുള്ള പരിമിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യവുമായി നയതന്ത്ര ബന്ധമില്ല. അപ്പം നയതന്ത്ര ബന്ധമില്ലാത്തപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് നമ്മുടെ ബുദ്ധിമുട്ട് ഇരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ പരിമിതിക്കുള്ളിൽ നിന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് വിവിധ എംപിമാർ, അത് എല്ലാ പാർട്ടിയിൽപ്പെട്ടവർ, ഡീൻ കുര്യാക്കോസ്, കെ രാധാകൃഷ്ണൻ അടക്കമുള്ള എല്ലാ എംപിമാരും ഇതിനകത്ത് പ്രൈം മിനിസ്റ്ററിന് കത്തയച്ചിട്ടുണ്ട്. എത്രയും കാര്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് ഇവരെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ പരിമിതിയുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളി സുഹൃത്തുക്കൾ പലതരത്തിലൂടെ ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളെല്ലാം ഒരു വിജയത്തിലെത്തും എന്നുള്ള, അവസാന സമയത്തിൽ പോലും വിജയത്തിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്കുള്ളത്. അതിനെല്ലാം കോർഡിനേഷൻ കൊടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണ്.